പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് തോറ്റു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായിരുന്നു സാന്ദ്ര മത്സരിച്ചത്. സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ബി രാകേഷാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി YS അഭിനന്ദ് ചേരുന്നു. YS അഭിനന്ദ്, വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? വിവരങ്ങൾ. SK ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് B രാകേഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫനും തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്ക് മഹാ സുബൈറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഔദ്യോഗിക പാനൽ പൂർണ്ണമായും വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അന്തിമ പ്രക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ജയിച്ച ആളുകളെല്ലാം മാധ്യമങ്ങളെ കാണും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് B രാകേഷ്, ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. അത് പറയുമ്പോൾ ഔദ്യോഗിക പക്ഷം പൂർണ്ണമായും വിജയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായിരുന്നു മത്സരിച്ചത്. സാന്ദ്ര തോമസിന് 110 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഘട്ടത്തിൽ പിന്നീട് ഈ ബൈലോ പ്രകാരമുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ സാന്ദ്ര തോമസിന് ഉണ്ടായിരുന്നു. 110 വോട്ടുകൾ മാത്രമാണ് നേടുവാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടി സാന്ദ്ര ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷം പറഞ്ഞത്. ഇപ്പൊ എന്നാലും ജയിച്ച ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. കാരണം അങ്ങനെ എല്ലാ സംഘടനയിലുമുള്ള ഒരാൾ വരുമ്പോൾ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ പ്രോസ് ആൻഡ് കോൺസ് ഇത് അദ്ദേഹത്തിന് അറിയാം. അതായത് ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ എന്തിന് ഏതെന്നാൽ എങ്ങനെ പെരുമാറണം എന്നറിയാൻ പറ്റുന്ന ഒരാൾ വരുന്നത് നല്ലതല്ലേ? കാരണം അദ്ദേഹത്തിന് അവർ പറയുന്ന പോയിന്റ് പറയാം, ഈ പറയുന്ന പോയിന്റ് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാൾ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ലിസ്റ്റും തന്നെ അത് സംസാരിച്ച് അവിടെയും ഇവിടെയും എല്ലാം തീർത്തോളും. പിന്നെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ട ആൾക്ക് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ സന്ദീപ് സേനും സോഫിയ പോളുമാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. ആൽവിൻ ആന്റണി ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സംവിധായകൻ കൂടിയായ വിനയൻ തോറ്റുപോയി എന്നുള്ളതാണ്.